നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. പ്രശസ്ത കൊമേഡിയനായ ജിം ക്യാരി സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഓഡിഷനിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷെ പലപ്പോഴും പരാജയമായിരുന്നു ഫലം. ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം ശ്രമിക്കാൻ പരാജയപ്പെട്ടില്ല. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചെക്ക് ബുക്ക് എടുത്തിട്ട് ആ ചെക്ക് ബുക്കിൽ അദ്ദേഹം ഒരു ലീഫിൽ ഇങ്ങനെ എഴുതി $10 million ഫോർ ആക്ടിങ് ഇൻ മൂവി എന്ന് എഴുതിയിട്ട് അതിനകത്ത് ഡേറ്റ് ഇട്ടു. 10 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഡേറ്റ് ചെക്കിൽ. ആ ചെക്ക് ലീഫ് കീറി അദ്ദേഹം തന്റെ പേഴ്സ് സൂക്ഷിച്ചു. ഡെയിലി ഓഡീഷന് പോകുമ്പോഴും അദ്ദേഹം ഈ ലീഫ് എടുത്ത് വായിക്കും. എന്നിട്ട് സിനിമയിൽ നിന്നും $10 ലക്ഷം $10 million പ്രതിഫലമായി കിട്ടുന്നത് അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കാണും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിനിമ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. കൃത്യം 7 വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് $10 million പ്രതിഫലമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ലഭിച്ചു. ആ സിനിമയാണ് മാസ്ക്. അത് വളരെ പ്രശസ്തമായ സിനിമയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അതിതാമസിയാതെ തന്നെ $20 million പ്രതിഫല തുക വാങ്ങുന്ന താരങ്ങളുടെ നിലയിലേക്ക് അദ്ദേഹം ഉയരുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഗോൾ സെറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയല്ലേ. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. അവർ 12th റിസൾട്ടും വന്നു കഴിഞ്ഞു. പാരന്റ്സ് കുട്ടികളൊക്കെ അടുത്ത കോഴ്സ് ചേരാനുള്ള നെട്ടോട്ടത്തിലാണ്. 10ാം ക്ലാസ് കഴിഞ്ഞവർ മിക്കവാറും 11th ആയിരിക്കും ചേരുക. 12th കഴിഞ്ഞവർ കുറെ പേർ നീറ്റൊക്കെ എഴുതി അങ്ങനെ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ചേരും. കുറച്ചുപേർ IIT-ലും NIT-ലും മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ചേർന്ന് പഠിക്കും. ചിലർ ഡിപ്ലോമയ്ക്ക് ചേരും, ചിലർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചേരും. 1-2 മാസം കഴിയുമ്പോഴേക്കും അഡ്മിഷനൊക്കെ ഫില്ലായി എല്ലാ കോളേജുകളിലും ക്ലാസ്സുകൾ ആരംഭിക്കും. ക്ലാസ് ആരംഭിക്കുമ്പോൾ മിക്കവാറും എല്ലാ കോളേജുകളിലും ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടാവും. ഒരു വർഷം പല കോളേജുകളിലും എനിക്ക് ഇതുപോലെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ മോട്ടിവേഷൻ ട്രെയിനായിട്ട് പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ 3 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എന്താവാൻ ആഗ്രഹിക്കുന്നു, വാട്ട് ഈസ് യുവർ ഗോൾ എന്ന് ചോദിക്കുമ്പോൾ പൊതുവേ ആ കുട്ടികൾ നിശബ്ദരാകും. ആരും ഒന്നും ഉണ്ടാകില്ല. നിർബന്ധിക്കുമ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അവരുടെ ആഗ്രഹം പറയുക. മറ്റുള്ളവർക്കൊന്നും പ്രത്യേകിച്ചൊരു ലക്ഷ്യവുമില്ല. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തിനു പഠിക്കണം എന്നതിനെ കുറിച്ചിട്ട് അവർ ഒട്ടും ബോധേഡല്ല. 1953 ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടത്തി. കുട്ടികളിൽ എത്ര പേരാണ് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളവർ, എത്ര പേർ അവരുടെ ഗോൾ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് എത്ര പേർക്ക് റിട്ടേൺ ഗോൾസ് ഉണ്ട് എന്നുള്ളത് അതിന്റെ കണക്കെടുത്തു. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്തത് എത്ര, ഗോൾ സെറ്റ് ചെയ്യാത്തവർ എത്ര, 10 വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ എവിടെ എത്തി എന്ന് യൂണിവേഴ്സിറ്റി അന്വേഷിക്കേണ്ടതായി. അപ്പൊ അതിന് മനസ്സിലായത് ആ ഗോൾ സെറ്റ് ചെയ്യുകയും അത് എഴുതി വെക്കുകയും ചെയ്തവരൊക്കെ വളരെ ഉയർന്ന ലെവലിലേക്ക് ഉയർന്നു. ഹൈ ലെവലിലേക്ക് ഉയർന്നപ്പോൾ മറ്റുള്ളവരൊക്കെ 4 പോലും എത്തിയില്ല എന്നുള്ളതാണ്. ഇത് കാണിക്കുന്നത് ഗോൾ സെറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതും എഴുതി വെക്കണം. ദാറ്റ് ഷോസ് ദ പവർ ഓഫ് റിട്ടേൺ ഗോൾ. കുട്ടികളെ, നിങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ളൂ, നിങ്ങളിപ്പോൾ 12th 11th ചേരാൻ പോകുന്നു അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചേരാൻ പോകുന്നു, ചേരുമ്പോഴും ആ ഗോൾ നിങ്ങൾ ലക്ഷ്യം എന്തിനു വേണ്ടി പഠിക്കുന്നു, പർപ്പസ് എന്തായിരിക്കണം എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആ ഗോളാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകുന്നത്, മോട്ടിവേഷൻ നൽകുന്നത്, മൊമെന്റം നൽകുന്നത്, വീഴ്ചകളിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ പ്രചോദനം നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളെ ഫോക്കസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ഈ ഗോൾ തന്നെയാണ്. നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള ആ കഴിവും ലഭിക്കുന്നത് ഈ കോഴ്സിന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ആലോചിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കി നിങ്ങളുടെ കഴിവനുസരിച്ചുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓൾ ദ ബെസ്റ്റ്.